ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് വരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് ചോറ്, ചപ്പാത്തി, ദോശ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബീഫ് വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് മസാലപ്പൊടികൾ ഞാൻ ചേർക്കുകയാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം തന്നെ ഗരം മസാല പൗഡർ, അതുപോലെ കുറച്ച് ഉപ്പ്, പിന്നെ 1 നാരങ്ങയുടെ മുഴുവനും നീര്, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഈ മസാലയൊക്കെ ഒന്ന് ബീഫ് കഷ്ണങ്ങളിലേക്ക് നല്ല പോലെ തിരുമ്മി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ചെയ്യണേ. ഇത് നമ്മൾ സ്പൂണൊന്നും വെച്ച് ചെയ്താൽ നല്ല പോലെ ആയി കിട്ടൂല. അപ്പോൾ കൈ കൊണ്ട് ഇതുപോലെ നല്ല പോലെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതിനെ മാറ്റി വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്കിത് നേരിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് പിന്നെ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട, വെള്ളമോ അങ്ങനെ വേറെ ഒന്നും ചേർക്കാതെ ഒരു 8 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം മാറ്റി വെക്കുക കേട്ടോ. അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് വേണ്ട മസാലക്കൂട്ട് റെഡിയാക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഇതാ കണ്ടോ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഇപ്പോൾ കണ്ടോ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പം ഞാൻ ഒരു 4 സവാള കട്ട് ചെയ്തതും 2-3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ല പോലെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. സോഫ്റ്റ് ആക്കി എടുക്കുകയല്ല വേണ്ടത്, ഫ്രൈ ചെയ്തെടുക്കുവാണേ. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണേ. കണ്ടോ ഈ ഒരു കളറാവുന്നത് വരെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞു വരണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരികയും വേണം. അതിനുശേഷം ബാക്കിയുള്ള മസാലപ്പൊടികളും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, ഇവയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ചെയ്യണത്. ഇനി തക്കാളി ഒന്ന് വെന്ത് വരാനും വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കുക. കണ്ടോ നമ്മുടെ ബീഫൊക്കെ നല്ല പോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കുക. പിന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങളും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. പിന്നെ കുക്കറിൽ വെള്ളം ഉണ്ടാവും, ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ മസാലക്കൂട്ടും ബീഫ് കഷ്ണങ്ങളും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം ഇനി എക്സ്ട്രാ ഒന്നും ചേർക്കരുത്. ചെറുതായിട്ട് അടി പിടിക്കണ പോലെയൊക്കെ വരുവേ. അപ്പോൾ ഒന്ന് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നാലും ഒരു തുള്ളി വെള്ളം ചേർക്കരുത് കേട്ടോ. അങ്ങനെ ഇത് നല്ല പോലെ ഡ്രൈ ആയി കളറ് ചേഞ്ച് ആയിട്ട് വരും. ഇതുപോലെ നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. അതുവരേക്കും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. കണ്ടപ്പോൾ നമ്മുടെ ബീഫ് നല്ല പോലെ കളറായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ സിമ്പിളുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചോറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും അതുപോലെ ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്.
അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.